നമസ്കാരം. ഇന്ന് മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനം. മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ, ന്യായമായ വേതനം, തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നിവ നേടിയെടുക്കുന്നതിൽ തൊഴിലാളി പ്രസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ അംഗീകരിക്കാനും ആഘോഷിക്കാനുമുള്ള ദിനമാണ് മെയ് ദിനം. 1886 മെയ് 4 ചിക്കാഗോയിൽ നടന്ന ഹേയ്മാർക്കറ്റ് അഫെയർ മെയ് ദിന ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. നിരവധിയായ പോരാട്ടങ്ങളാണ് തൊഴിലാളി വർഗ പോരാട്ടങ്ങൾക്ക് കരുത്തേകുന്നത്. ഈ തൊഴിലാളി ദിനത്തിൽ വാർത്തകളുടെ ലോകത്തേക്ക് കടക്കുകയാണ് സൗത്ത് വിഷൻ. വാർത്തകൾ സത്യസന്ധമാകേണ്ടതിന്റെ പൊരുൾ തിരിച്ചറിയുന്നു, ഒപ്പം സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും. ആ തിരിച്ചറിവ് കരുതലും കരുത്തുമാണെന്ന ബോധ്യത്തോടെ എല്ലാ പ്രേക്ഷകർക്കും മെയ് ദിനാശംസകൾ നേർന്നുകൊണ്ട് സൗത്ത് വിഷൻ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകളും വിശേഷങ്ങളും കൃത്യതയോടെ പ്രേക്ഷകരിലേക്ക് സൗത്ത് വിഷൻ ന്യൂസിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. വയോധികയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഭർത്താവ് പോലീസ് പിടിയിൽ. കൊട്ടാരക്കരയിലാണ് സംഭവം. സാർവദേശീയ തൊഴിലാളി ദിനം. വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലികളും പൊതുയോഗവും. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും വിവിധ തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു മെയ് ദിനാചരണം. കെട്ടിടം റെഡി. മെഡിക്കൽ ഉപകരണങ്ങൾക്കായി കാത്തിരിപ്പ് തുടരുന്നു. നീണ്ടകര താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ഇനിയും വൈകും. വികസനത്തിന് തുടക്കം കുറിച്ചത് 4 വർഷം മുമ്പ്. വാർത്തകൾ വിശദമായി. സൗത്ത് വിഷൻ ന്യൂസിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകളും വിശേഷങ്ങളും കൃത്യതയോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗത്ത് വിഷൻ ന്യൂസ് ആരംഭിച്ചത്. വാർത്തകൾ സത്യസന്ധമായും കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗത്ത് വിഷൻ ന്യൂസ് പ്രവർത്തനം ആരംഭിച്ചത്. സൗത്ത് വിഷൻ ന്യൂസിന്റെ സ്വിച്ച് ഓൺ കർമ്മം സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ നിർവഹിച്ചു. സിഒഎ സംസ്ഥാന സെക്രട്ടറി VS ജ്യോതികുമാർ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, സൗത്ത് വിഷൻ MD ബിനു ശിവദാസ്, സിഒഎ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു, ജില്ലാ സെക്രട്ടറി നൌഷാദ് എന്നിവർ പങ്കെടുത്ു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വയോധികയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഭർത്താവ് പോലീസ് പിടിയിൽ. കൊട്ടാരക്കരയിലാണ് സംഭവം. കൊട്ടാരക്കരയിൽ വയോധികയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. വെട്ടിക്കവല ചിരട്ടക്കോണം സ്വദേശിനി 76 വയസ്സുള്ള ഓമനയാണ് മരിച്ചത്. ഭർത്താവ് കുട്ടപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു കൊലപാതകം. ഇളയ മകൾക്കൊപ്പമായിരുന്നു ഓമനയും കുട്ടപ്പനും താമസിച്ചിരുന്നത്. രാവിലെ മകൾ തട്ടി വിളിച്ചപ്പോഴാണ് മുറിക്കുള്ളിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ ഓമനയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി കുട്ടപ്പനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കശുവണ്ടി തൊഴിലാളിയായ ഓമന പെൻഷനായി ലഭിച്ച തുക കുട്ടപ്പൻ അറിയാതെ മറ്റൊരാൾക്ക് നൽകിയതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു അത്രേ. തർക്കത്തിനിടെ വെട്ടുകത്തി ഉപയോഗിച്ച് കുട്ടപ്പൻ ഓമനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം. വെട്ട് ഈ കഴുത്തിന് ഈ ഭാഗത്ത് ഒരു 4 ഇഞ്ചിൽ പുറത്തുള്ള നീളത്തിൽ വലിയ ആഴത്തിലുള്ള വെട്ടാണ്. റൂമിനകത്ത് തന്നെ വെട്ടുകത്തി കിടപ്പുണ്ട്, ഒരു ചെറിയ പിച്ചാത്തി കിടപ്പുണ്ട്. അങ്ങനെ വളരെ നമുക്കെല്ലാം ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് നടന്നിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മെയ് ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് പുനലൂരിൽ മെയ് ദിന റാലിയും യോഗവും നടത്തി. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത്. CPM പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി മാർക്കറ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ എണ്ണമറ്റ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ
ഇടതുപക്ഷ പുനലൂരിലെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മെയ്ദിന റാലി ഇതാ കടന്നു വരികയാണ്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പുനലൂരിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത മെയ്ദിന റാലിയും യോഗവും നടത്തി. CPM പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി മാർക്കറ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. സജി ഉദ്ഘാടനം ചെയ്തു. 18ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് തൊഴിലാളികൾ സംഘടിതരായി അവർക്ക് വിശ്രമിക്കാനും അവർക്ക് വിനോദം നടത്താനും അവരുടെ ജോലി സമയം ക്ലിപ്തപ്പെടുത്താനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ രാജ്യത്താകെ പ്രത്യക്ഷമായി. അതിനാകെ നേതൃത്വം കൊടുത്തുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ തൊഴിലാളികൾ യോഗം ചേർന്നു. തൊഴിലാളികൾ പ്രമേയം പാസാക്കി തങ്ങളുടെ ജോലി സമയം ക്ലിപ്തപ്പെടുത്തണം. അടിമ സമാനമായ 18ാം നൂറ്റാണ്ടിന്റെ കാലയളവിൽ തൊഴിലാളികൾ ദുരിതപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ തൊഴിലാളികൾ സംഘടിച്ച് തങ്ങൾക്ക് 8 മണിക്കൂർ ജോലി ചെയ്യാനുള്ള അവകാശം തരണം, തങ്ങൾക്ക് 8 മണിക്കൂർ വിനോദം നടത്താനുള്ള അവകാശം ഉണ്ടാവണം, തങ്ങൾക്ക് 8 മണിക്കൂർ വിനോദത്തിന് വേണ്ടിയുള്ള സമയം അനുവദിക്കണം. അങ്ങനെ തൊഴിലാളികൾ അടിമകളല്ല, തൊഴിലാളികൾക്ക് ജോലി ചെയ്താൽ അവർക്ക് കൂലി ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്താകമാനമുള്ള തൊഴിലാളികൾ സംഘം ചേർന്ന് പ്രമേയം പാസാക്കി ഇതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തി തെരുവിലേക്ക് ഈ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി തൊഴിലാളികൾ തെരുവിലേക്ക് ഇറങ്ങി. AITUC നേതാവ് ജോബോയി പെരേര അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് MA രാജഗോപാൽ, AITUC നേതാവ് J. ഡേവിഡ്, KTUC നേതാവ് S. രവീന്ദ്രൻപിള്ള, INLC നേതാവ് KV എബ്രഹാം, മുനിസിപ്പൽ ചെയർപേഴ്സൺ K. പുഷ്പലത, CITU ഏരിയ സെക്രട്ടറി AR കുഞ്ഞുമോൻ, JS സുധീർലാൽ, അഡ്വക്കേറ്റ് PS ചെറിയാൻ, സതേഷ്, K. രാധാകൃഷ്ണൻ, പ്രസാദ് ഗോപി, V. രാജൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇന്നു മുതൽ ബാങ്ക് ATM-കൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ATM കൗണ്ടറുകൾ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിൽ മാറ്റം വന്നു. പണം പിൻവലിക്കുന്നതിനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമെയുള്ള ഓരോ ട്രാൻസാക്ഷനും 2 രൂപ അധികം നൽകണം. റിസർവ് ബാങ്കാണ് ATM ഇടപാടുകളിൽ നിരക്ക് വർധന പ്രഖ്യാപിച്ചത്. മെയ് 1 മുതൽ ATM കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിലാണ് മാറ്റം വരുന്നത്. റിസർവ് ബാങ്കാണ് ATM ഇടപാടുകളിൽ നിരക്ക് വർധന പ്രഖ്യാപിച്ചത്. പണം പിൻവലിക്കാനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമെയുള്ള ഓരോ ട്രാൻസാക്ഷനും നിലവിൽ 21 രൂപയാണ് നൽകുന്നത്. എന്നാൽ 1-ാം തീയതി മുതൽ ഇത് 23 രൂപയാകും. അക്കൗണ്ടുള്ള ബാങ്കുകളുടെ ATM-ൽ നിന്ന് 5 തവണയും മറ്റു ബാങ്കുകളുടെ ATM-ൽ നിന്ന് 3 തവണയും പണം സൗജന്യമായി പിൻവലിക്കാം. ATM കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി സംവിധാനം നടപ്പാക്കുന്നതിനും വലിയ ചിലവ് വരുന്നുണ്ടെന്ന ബാങ്കുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് RBI നിരക്ക് വർധനയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ട്രെയിൻ യാത്രയിലും ഇന്നു മുതൽ പുതിയ മാറ്റം നിലവിൽ വന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുമായി സ്ലീപ്പർ AC കോച്ചുകളിൽ ഇന്നു മുതൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല. കൺഫേം ടിക്കറ്റുമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷിതത്വവും യാത്രാ അനുഭവവും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. പുതിയ നിർദ്ദേശപ്രകാരം വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർക്ക് സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകളിൽ യാത്ര ചെയ്യാൻ അനുവാദമുണ്ടാകില്ല. അവർക്ക് ജനറൽ കോച്ചുകളിൽ മാത്രമേ യാത്ര ചെയ്യാനാവൂ. IRCTC-യുടെ വെബ്സൈറ്റ് വഴി എടുക്കുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഓട്ടോമാറ്റിക്കായി റദ്ദാവുകയും ചെയ്യും. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ധാരാളം പേർ സ്ലീപ്പർ AC കോച്ചുകളിൽ യാത്ര ചെയ്യുകയും ഇത് മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം വന്നതോടെയാണ് റെയിൽവേ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. പുതിയ നിയമം ലംഘിച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നവർക്ക് TTE കനത്ത പിഴ ഈടാക്കും. ശേഷം യാത്ര ചെയ്യാൻ അനുവദിക്കാതെ ജനറൽ കോച്ചുകളിലേക്ക് പോകേണ്ടി വരും. സ്ഥിരീകരിച്ച ടിക്കറ്റുകൾ ഉള്ളവർക്ക് യാത്രയ്ക്കിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിയമം നടപ്പാക്കുന്നതെന്ന് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ അറിയിച്ചു. ചില ട്രെയിനുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി എത്തുന്ന യാത്രക്കാർ കൺഫേം യാത്രക്കാരുടെ സീറ്റ് കയ്യേറുന്ന സാഹചര്യവുമുണ്ട്. കൂടാതെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി എത്തുന്നവർ കാരണം കോച്ചുകൾ തിങ്ങി നിറയുന്ന അവസ്ഥയാണ്. ഇതൊഴിവാക്കാനും കൂടിയാണ് പുതിയ നിയമം നടപ്പാക്കിയത്. അതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി സ്ലീപ്പർ AC കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനസംഖ്യാനുപാതികമായി ഹജ്ജിന്റെ കോട്ട വർദ്ധിപ്പിക്കണമെന്ന് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി. ഹാജിമാർക്കുള്ള യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും വിമാനയാത്ര നിരക്ക് ഏകീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹാജിമാർക്കുള്ള യാത്രയപ്പ് സമ്മേളനം ശാസ്താംകോട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യാനുപാതികമായി ഹജ്ജിന്റെ കോട്ട വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി ആവശ്യപ്പെട്ടു. മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റി താലൂക്കിൽ നിന്നും ഈ വർഷം ഹജ്ജിനായി പുറപ്പെടുന്ന ഹാജിമാർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ അത്ര പോലും മുസ്ലിം ജനസംഖ്യയില്ലാത്ത രാജ്യങ്ങളിൽ ഇതിനേക്കാൾ ഉയർന്ന ഹജ്ജ് കോട്ടയാണുള്ളത്. ഇക്കാര്യം കേന്ദ്ര സർക്കാർ സൗദി ഗവൺമെന്റുമായി ചർച്ച ചെയ്യണമെന്നും ഹാജിമാർക്കുള്ള യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും വിമാനയാത്രാ നിരക്ക് ഏകീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശാലമായി സംസാരിക്കുമ്പോഴും സമഗ്രമായി സംസാരിക്കുമ്പോഴും പറയേണ്ട കാര്യങ്ങളിൽ പഠിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളിൽ ഒരു കുറവും വരുത്താതെ പറയാനും പഠിപ്പിക്കാനും വളരെ ശാസ്ത്രീയമായി മനഃശാസ്ത്രപരമായി കാലം ശേഷിക്കുന്ന ഒരു നല്ല പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഹജ്ജ് 5-6 ദിവസം ഉപയോഗിക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഹജ്ജ് നേടാൻ ചെയ്ത് മിനയിലേക്ക് പോയി, അവിടെ അറബിയിലേക്ക് പോയി, അറബിയിൽ നിന്ന് പോയി, തിരിച്ച് മിനയിൽ പോകും. 1-ാം ദിവസം 2-ാം ദിവസം 3-ാം ദിവസം തീർന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് സക്കീർ ഈരാറ്റുപേട്ട അധ്യക്ഷത വഹിച്ചു. കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി, കൊടിക്കുന്നിൽ സുരേഷ് MP, കോവൂർ കുഞ്ഞുമോൻ MLA എന്നിവർ പങ്കെടുത്തു. പോകാൻ കഴിയാത്തവർ ധാരാളം. അത്തരക്കാർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ കഴിയും. ആ പുണ്യഭൂമിയിൽ ചെല്ലുമ്പോൾ ഇവിടെ സക്കീർ ഹുസൈൻ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്തിനാണ് പോകുന്നത്, ഏത് കാര്യത്തിനാണ് പോകുന്നത്, കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചാണ് പലപ്പോഴും പലസ്തീനിലും ഗസയിലും എല്ലാം നഷ്ടപ്പെട്ട് നിരാലംബരായി കഴിഞ്ഞുകൂടുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം ഭാരതത്തിലെ മുസ്ലിമീങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുന്ന അവരുടെ രഹസ്യ അജണ്ടയിലൂടെ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന കരിനിയമങ്ങളിലൂടെ നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഗവൺമെന്റ് ഛിന്ന ഭിന്നമായി അവരുണ്ടാകുന്ന പരസ്പര കലഹത്തിലൂടെ അവർ ഒരിക്കലും ഐക്യത്തോടുകൂടി മുൻപോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കെട്ടിടം റെഡി. മെഡിക്കൽ ഉപകരണങ്ങൾക്കായി കാത്തിരിപ്പ് തുടരുന്നു. നീണ്ടകര താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ഇനിയും വൈകും. താലൂക്ക് ആശുപത്രി പദവി ലഭിച്ചിട്ടും ഭൗതിക സൗകര്യങ്ങളും കെട്ടിട സൗകര്യങ്ങളുമില്ല. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 46.43 കോടി രൂപയുടെ വികസനത്തിന് 4 വർഷം മുമ്പാണ് തുടക്കം കുറിച്ചത്. 26 കോടി രൂപ കെട്ടിടങ്ങൾക്ക്, 22 കോടി രൂപയ്ക്ക് ലാബ്, ഓപ്പറേഷൻ തിയേറ്റർ, മറ്റ് സൗകര്യങ്ങൾ എന്നിവ ഏർപ്പെടുത്താനാണ് തുക അനുവദിച്ചിരുന്നത്. 5 വർഷം പൂർത്തീകരിച്ചിട്ടും ആശുപത്രി നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. വിവിധ സാങ്കേതിക തടസ്സങ്ങൾ മൂലം നീളുകയാണ്. നിലവിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയായിട്ടില്ല. അതോടൊപ്പം കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് മെഡിക്കൽ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് കരാർ നൽകിയിരിക്കുന്നത്. ഇവർ നിർമ്മാണം പൂർത്തിയായ കെട്ടിടം സന്ദർശിച്ച് മടങ്ങിയതല്ലാതെ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനവും ഉണ്ടായിട്ടില്ല. നീണ്ടകര താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൻ്റെ അനിശ്ചിതത്വം യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ആരോഗ്യ മേഖലയെ തന്നെ കാര്യമായി ബാധിക്കുന്നൊരവസ്ഥയിലാണ്. കാരണം 9 വർഷത്തിലധികമായി തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിച്ച താലൂക്ക് ആശുപത്രി നാളിതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ അനാസ്ഥയായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ. കാരണം ഈ നീണ്ടകര പഞ്ചായത്തിലെ അതടക്കം ഈ പ്രദേശത്തെ ആളുകളുടെ ചികിത്സാ സൗകര്യങ്ങൾ പലപ്പോഴും അവർക്ക് മറ്റാശുപത്രിയിലെ ആശ്രയിക്കേണ്ട ഗതികളിലേക്ക് എത്തിയിരിക്കുന്നു. ചികിത്സാ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലാത്തതുകൊണ്ട് IC യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ടും 9 വർഷമായി ഈ പ്രദേശത്തെ ജനങ്ങളടക്കമുള്ള ആളുകൾ മറ്റ് ജില്ലാ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഒരു പ്രദേശത്തെ ഏറ്റവും നല്ല ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ട ആശുപത്രി നിർമ്മാണത്തിൻ്റെ കൃത്യതയില്ലാതെ മുന്നോട്ട് പോകുന്നത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് ആ പ്രദേശത്തെ ജനങ്ങളടക്കമുള്ളവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നത് സംബന്ധിച്ച് ചവറ MLA സുജിത് വിജയൻപിള്ള പലതവണ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചതാണ്. വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രിമാർ ഉറപ്പു നൽകിയെങ്കിലും നിർമ്മാണം നീളുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇത് സംബന്ധിച്ച ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശം നൽകിയതാണ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിനാണ് നിർമ്മാണ ചുമതല. ജൂലൈയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ചവറ. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള തീരദേശ വികസന കോർപ്പറേഷനും നഗരസഭയും ചേർന്നാണ് മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്.
ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള തീരദേശ വികസന കോർപ്പറേഷനും നഗരസഭയും ചേർന്നാണ് ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം തന്നെ അധികൃതരെത്തി മാർക്കറ്റിലെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി. നവീകരണവുമായി ബന്ധപ്പെട്ട നഗരസഭാ അധികൃതർ വ്യാപാരികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നിലവിൽ ഇന്ന് നമ്മൾ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള വർക്കുകൾ ആരംഭിക്കുകയാണ്. ഫെൻസിംഗ് തിരിച്ചതിന് ശേഷം ഫൗണ്ടേഷൻ വർക്കുകളും ഡിമോളിഷൻ വർക്കുകളും ആദ്യമേ സ്റ്റാർട്ട് ചെയ്യും. ഡിമോളിഷൻ്റെ പ്രവർത്തനമാണ് നടത്തി പോകുന്നത്. ഈ കടക്കാർ മാറി പുതിയ താൽക്കാലിക സംവിധാനങ്ങളിലോട്ട് മാറുന്നതിനനുസരിച്ച് നമ്മൾ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങും. കെട്ടിടങ്ങൾ പൊളിച്ചാൽ ഉടൻ തന്നെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ ആരംഭിച്ച് കെട്ടിടം സമയബന്ധിതമായിട്ട് തീർക്കാനാണ് പ്ലാൻ പ്രകാരം ഞങ്ങൾ തയ്യാറാക്കിയത്. 5.65 കോടി രൂപ ചിലവഴിച്ച് 21,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് മാർക്കറ്റ് നവീകരിക്കുന്നത്. ഇവിടെ 37 കടകൾ, 25 മത്സ്യ സ്റ്റാളുകൾ, 24 ഉണക്കമീൻ സ്റ്റാളുകൾ, വഴിയോര കച്ചവടക്കാർക്കായി 33 സ്റ്റാളുകൾ, 2 ഗോഡൌൺ, ശൗചാലയങ്ങൾ തുടങ്ങിയവയും നിർമ്മിക്കും. വലിയ സന്തോഷമുണ്ട്. വ്യാപാരികളുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഈ ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. നഗരസഭയുടെ ഭരണ നേതൃത്വവും നമ്മുടെ കോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരും അതുപോലെ തന്നെ നമ്മുടെ നഗരസഭാ ജീവനക്കാരും എല്ലാവരും ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. വലിയ സന്തോഷം. വ്യാപാരികളെ ഈ അവസരത്തിൽ നമ്മുടെ ഈ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി തന്നതിന് നന്ദി കൂടി നഗരസഭയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPI ഓച്ചിറ പടിഞ്ഞാറ് ലോക്കൽ സമ്മേളനം നടത്തി. ഇതിന്റെ ഭാഗമായി പൊതുസമ്മേളനവും നടന്നു. ഓച്ചിറ ടൗണിലാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. CPI ഓച്ചിറ പടിഞ്ഞാറ് ലോക്കൽ സമ്മേളനം നടത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി ഓച്ചിറ ടൗണിൽ പൊതുസമ്മേളനം നടന്നു. ഓച്ചിറ ടൗണിലെ മനക്കൽ സോമൻ നഗറിലാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക സാഹചര്യത്തിലും ഒരുപാട് സമസ്യകളുള്ള ഒരു സമൂഹത്തിലും ജീവിക്കുന്നവരാണ്. ഇന്ന് നമുക്ക് വീട്ടിൽ ആഹാരം വേവിക്കുമെങ്കിൽ ആഹാരത്തിന് ക്ഷാമമില്ല. അത്യാവശ്യം പൈസയും ഏതെങ്കിലും ജോലിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഒരു ദാരിദ്ര്യമുള്ള കാലത്തുണ്ടായിരുന്നതിനേക്കാൾ സങ്കടങ്ങൾ മനുഷ്യനുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. CPI മണ്ഡലം ജില്ലാ നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും ഇന്ധന വില കുറയ്ക്കാതെ കേന്ദ്ര സർക്കാർ. അധിക ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് കേന്ദ്രവും പൊതുമേഖലാ എണ്ണ കമ്പനികളും കോടികൾ കൊയ്യുകയാണ്. രാജ്യാന്തര വിലയ്ക്കനുസരിച്ച് ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ ശരാശരി വിലയിലും കുറവുണ്ടായി. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഏറെ താഴ്ന്നിട്ടും അധിക ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് കേന്ദ്രവും പൊതുമേഖലാ എണ്ണ കമ്പനികളും കോടികളാണ് കൊയ്യുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ 3 പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് ഉള്ളത്. ഇവ മൂലം വിതരണം ചെയ്യുന്ന ഇന്ധനത്തിന് 107 രൂപയോളമാണ് കേരളത്തിൽ ലിറ്ററിന് ഈടാക്കുന്നത്. 2 മാസത്തിനിടെ അസംസ്കൃത എണ്ണവില ബാരലിന് വലിയ തോതിലാണ് കുറവുണ്ടായത്. ഭാവിയിൽ അസംസ്കൃത എണ്ണവില കൂടിയാൽ തീരുവ കുറിച്ചില്ലെങ്കിൽ ബാധ്യത ജനത്തിനായിരിക്കും. എണ്ണയുടെ വില താഴ്ന്ന ആഗോള വിപണിയിലെ വിലയ്ക്കനുസരിച്ച് ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ ശരാശരി വിലയിലും കുറവുണ്ടായി. ഏപ്രിലിൽ ഇന്ത്യ വാങ്ങിയ എണ്ണയുടെ ശരാശരി വില $74.31 ഈ സാഹചര്യത്തിൽ ഇന്ധനവിലയിൽ ഉപഭോക്താവിനുണ്ടാകേണ്ട ന്യായമായ ലാഭമാണ് നിഷേധിക്കപ്പെടുന്നതെന്ന് ഓൾ കേരള പെട്രോളിയം ഫെഡറേഷൻ ഡീലേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു. എന്തുകൊണ്ട് ക്രൂഡ് ഓയിലിന്റെ വിലക്കുറവ് ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ പകരുന്നില്ല എന്നാണ് ഞങ്ങളുടെ സംശയം. ഇതിനെ ആശ്രയിക്കുന്ന പൊതുമേഖലാ ഓയിൽ കമ്പനികളുടെ ഡീലർമാരെ നശിപ്പിച്ചുകൊണ്ട് 30,000 പെട്രോൾ പമ്പുകളും തുറന്നു വെച്ചുകൊണ്ട് ഈ 110 രൂപയ്ക്കും 105 രൂപയ്ക്കൊക്കെ ഡീസൽ പെട്രോൾ വിൽക്കുകയും അമിതമായ കൊള്ളലാഭം കൊയ്യുന്ന കമ്പനികൾക്ക് മൂക്കുകയറിടേണ്ടത് കേന്ദ്ര ഗവൺമെന്റുകളാണ്. അടിയന്തരമായിട്ട് പൊതുജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഇന്ധനവില നേർപകുതി വിലയ്ക്ക് ഇപ്പോൾ ഇന്ധനം വിതരണം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നവന് 50 രൂപ അവന്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിച്ച് വിദേശ ഓയിൽ കമ്പനികൾക്ക് നൽകുന്ന ഒരു സമീപനം ഉപേക്ഷിക്കണം എന്നാണ് ആൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിന് ആവശ്യപ്പെടാനുള്ളത്. അതേസമയം ക്രൂഡ് ഓയിലിന്റെ വിലയിടിവിനെ തുടർന്ന് സ്വകാര്യ ഓയിൽ കമ്പനികൾ ഇന്ധനം ലിറ്ററിന് 1 രൂപയോളം കുറച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
ലഹരിക്കെതിരായ ഇടപെടലുകൾ ഇന്ന് സജീവമാണ്. വ്യത്യസ്തങ്ങളായ രീതിയിൽ ഉപയോഗിച്ച് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഇതിനിടെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് മുഖത്തലയിലെ വിദ്യാർത്ഥികൾ നടത്തിയത്. ലഹരിക്കെതിരെ നൃത്താവിഷ്കാരമാണ് വിദ്യാർത്ഥികൾ നടത്തിയത്. മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് എൻ ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. കൊല്ലം ബീച്ചിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിരുന്നു ഫ്ലാഷ് മോബ്. കൊല്ലം അഡീഷണൽ SP ജിജിഎൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അക്ഷീണ പ്രയത്നത്തിലൂടെ മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ വിപത്തിനെ തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമ്മുടെ കരുത്തായി യുവാക്കളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കൊല്ലം സിറ്റി പോലീസ് നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി ഈ മുഖത്തല ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ നടത്തിയ ഈ കലാപരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതിനെ ശക്തി പകരട്ടെ എന്ന് ആശംസിക്കുന്നു. കൊല്ലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ സുരാജ് എസ് പിള്ള അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ SP ശ്രീ ജിജി സാർ, ശ്രീ എൻ ചെല്ലപ്പൻ മെമ്മോറിയൽ സ്കൂളിലെ അധ്യാപകർ, പ്രിയപ്പെട്ട SPCയിലെ കേഡറ്റ്സുകൾ, നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മളെല്ലാം വളരെ ഇപ്പം ഈ ഒരു 5-6 മാസക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു വിപത്താണ് ഈ ലഹരിയുടെ യുവാക്കളുടെ അമൃത ലഹരിയുടെ. നമ്മളെല്ലാവരും ഇതിനെതിരെ പോലീസും എക്സൈസും എല്ലാം കുറേ ഇപ്പോൾ ഇതിനു ശേഷം അധ്യാപകരായ ദീപ്തി VG, രേഷ്മ, ആഷിൻ, SPC കേഡറ്റുകളായ ആത്മജ്, ഋഷിത, അരുണിമ, ദേവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഭീകരവാദത്തിനെതിരെ ജനസദസ്സ് സംഘടിപ്പിച്ചു. CPM പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനസദസ്സ് സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SL സജികുമാർ ഉദ്ഘാടനം ചെയ്തു. ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജനസദസ്സ് സംഘടിപ്പിച്ചത്. ജമ്മുകാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ സഞ്ചാരികളെ അടക്കം കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ CPM ഏരിയ കേന്ദ്രങ്ങളിലാണ് ജനസദസ്സ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ജനസദസ്സ് നടത്തി. തൂക്കുപാലത്തിനടുത്തുള്ള ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ചേർന്ന ജനസദസ്സ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SL സജികുമാർ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയുടെ 370-ാം അനുച്ഛേദത്തിന്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ത്യ രാജ്യം ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കുന്ന ഘട്ടത്തിൽ ആ ജമ്മു കാശ്മീരിലെ മുസ്ലിങ്ങൾ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കാനല്ല തയ്യാറായത്. അവർ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഹൃദയവിശാലത കാണിച്ചവരാണ്. ആ മനുഷ്യരെയാണ് ഒരുപക്ഷേ ഏതാണ്ട് 10 വർഷക്കാലത്തോളം രാഷ്ട്രപതി ഭരണം അടിച്ചേൽപ്പിക്കപ്പെട്ട ദുരന്തത്തിൽ ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ കഴിയേണ്ടി വന്നത്. ഞാൻ ജമ്മു കാശ്മീരിൽ പോയിട്ടുള്ളതാണ്. ഈ പഹൽഗാമിൽ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്ത്രീകളെയും പുരുഷന്മാരെയും കണ്ടാൽ സത്യം പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇവിടുത്തെ സിനിമാടന്മാരൊക്കെ മാറി നിന്ന് പോകും. എത്ര നല്ല സുന്ദരന്മാരും സുന്ദരികളുമാണ്. ഏരിയ കമ്മിറ്റി അംഗം S രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി P സജി സ്വാഗതം പറഞ്ഞു. നമ്മുടെ രാജ്യം നേരിടുന്ന ഈ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ, യുദ്ധവെറിക്കെതിരെ ഉജ്ജ്വലമായ ക്യാമ്പയിൻ, ശരിയായ നിലപാട്, തെളിമയാർന്ന നിലപാട് എന്നും സ്വീകരിച്ചിട്ടുള്ളത് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എന്ന് നമുക്കറിയാം. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്തെ താല്പര്യങ്ങൾ അവരുടെ സഹായത്താൽ ഈ രാജ്യത്ത് വിഘടനവാദവും വിധ്വംസക പ്രവർത്തനവും തീവ്രവാദവും അതിന് വിത്തും വളവും നൽകി, എല്ലാ സഹായവും നൽകി. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എത്രയോ കാലമായി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് 10-28ഓളം വരുന്ന ധീരരായ ദേശാഭിമാനികൾക്ക് ജീവൻ വെടിയേണ്ടി വന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K പുഷ്പലത, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AR കുഞ്ഞുമോൻ, VS മണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകളും വിശേഷങ്ങളും കൃത്യതയോടെ പ്രേക്ഷകരിലേക്ക്. സൗത്ത് വിഷൻ ന്യൂസിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. വയോധികയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഭർത്താവ് പോലീസ് പിടിയിൽ. കൊട്ടാരക്കരയിലാണ് സംഭവം. സാർവദേശീയ തൊഴിലാളി ദിനം. വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലികളും പൊതുയോഗവും. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും വിവിധ തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു മെയ് ദിനാചരണം. കെട്ടിടം റെഡി. മെഡിക്കൽ ഉപകരണങ്ങൾക്കായി കാത്തിരിപ്പ് തുടരുന്നു. നീണ്ടകര താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ഇനിയും വൈകും. വികസനത്തിന് തുടക്കം കുറിച്ചത് 4 വർഷം മുമ്പ്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.